ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് തുറ വിശേഷങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. രാവിലത്തെ നിസ്കാരവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്ത് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. എന്താ പറയുക, നമ്മളെ തൈകൾ നനയ്ക്കാനും മുറ്റടിക്കാനും അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ അകത്തും കുറച്ചൊക്കെ ജോലികൾ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോസിൽ കാണിക്കുന്നില്ല. അപ്പോൾ നോമ്പ് തുറക്കുള്ള ആ ഒരുക്കങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ മുമ്പിട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു, പഴവർഗ്ഗത്തിലൊക്കെ നന്നായി കെമിക്കലൊക്കെ ചേർക്കുന്നുണ്ട്. പഴവർഗ്ഗത്തിൽ മാത്രമല്ല, നമ്മൾ വാങ്ങണ എല്ലാത്തിലും ഉണ്ട്. അരി അതുപോലെ പയറുവർഗ്ഗങ്ങളിലും എല്ലാം കെമിക്കൽ ചേർത്തിട്ട് തന്നെയാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. അതുപോലെ പഴവർഗ്ഗമൊക്കെ കിട്ടുകയാണെങ്കിലും പച്ചക്കറിയൊക്കെ 1 മണിക്കൂർ കുറച്ച് ഉപ്പ് ചേർത്ത വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ കഴിക്കാവൂ. കുട്ടികൾക്കും വലിയവർക്കും പ്രായമാർക്കൊക്കെ പെട്ടെന്നത് അതിൻ്റെ അത് വന്ന് ചേരും. വയറിനൊക്കെ ഭയങ്കര പ്രശ്നമാവും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കുറച്ച് നന്നായി കഴുകി വൃത്തിയാക്കുക. അതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. പിന്നെ ഇന്ന് രാവിലെ അടുക്കളയിൽ കയറിയിട്ട് നമ്മൾ പഴവർഗ്ഗത്തിൻ്റെയും അതുപോലെ പച്ചക്കറി എന്താണെങ്കിലും നമ്മളൊരു ബക്കറ്റിലിട്ട് വെക്കും കേട്ടോ. ഉള്ളിത്തൊലി ഒന്നും കളയാറില്ല. അതിന് ശേഷം നമ്മൾ സ്മെല്ലൊന്നും വരാതിരിക്കാൻ കുറച്ചധികം ചാരം ഇട്ട് വെക്കും. ചാരം ഒരുപാട് ഗുണമാണ് നമ്മളെ തൈകൾക്കൊക്കെ. പിന്നെ നമ്മൾ പാത്രം കഴുകണത് നമ്മൾ മനസ്സിനും ശരീരത്തിനും ഒരുപാട് ഗുണം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ വെള്ളത്തിലാണല്ലോ പാത്രങ്ങൾ ഓരോന്നോരോന്നായി നല്ല ഭംഗിയോടുകൂടി ഇങ്ങനെ കഴുകി വെക്കുക. എല്ലാതും ഒരു കല തന്നെയാണ് കേട്ടോ. നമ്മൾ പാത്രം അടുക്കി വെക്കുന്നതും അത് ഓരോന്നിങ്ങനെ പാത്രങ്ങൾ കഴുകി വെക്കണമൊക്കെ നമ്മളെ മനസ്സിൻ്റെ ഒരു കുളിർമ തന്നെയാണല്ലേ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒറ്റയ്ക്ക് ഇങ്ങനെ ജോലി എടുക്കുന്നവരാണെങ്കിൽ സംസാരിക്കാനൊന്നും ആരും ഇല്ലെങ്കിൽ തന്നെ അവർക്ക് ഒരുപാട് പ്രാർത്ഥന കിട്ടും. അപ്പോൾ ഇവിടെ വീട്ടിലാരും ഇല്ല. അപ്പോൾ ഞാൻ ഓരോ ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ജോലി എടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഖുർആൻ പാരായണം പഠിക്കലും ഒക്കെ ഇതിൻ്റെ ഈ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. എല്ലാതും നമ്മൾ ദൈവത്തോട് നന്ദി പറയണമല്ലേ. നമ്മളെ ഓരോ ജോലിയും നമ്മളെ മനസ്സും ശരീരവും ഇത്രത്തോളം ഇങ്ങനെ ആക്കിയ ദൈവത്തോട് എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാനുണ്ടല്ലേ. ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ജോലിയൊക്കെ ചെയ്യാനുള്ളൊരു ആരോഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഇത്ര ഭയങ്കരമായൊരു കാര്യം തന്നെയാണ്. കാരണം പരസഹായം ഇല്ലാതെ നമ്മൾ എല്ലാ ജോലികളും ചെയ്യുക അറിയുമ്പോൾ നമുക്കൊരുപാട് 2 നില വീടോ അതുപോലെ ഒരുപാട് കാശോ ഒന്നുമല്ല വലുത്. നമുക്ക് എടുക്കാൻ പറ്റിയ ജോലികളും നമ്മളെ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ ഓരോ ജോലി ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ അതാണ് ഏറ്റവും ഒരു മുതൽക്കൂട്ട് നമ്മൾക്ക്. ഇങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പൊടിയൊക്കെ വാട്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് തന്നെ വാട്ടി കുക്കറിൽ ആക്കി വെക്കും കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഒന്ന് പൊടി കുഴച്ചൊക്കെ എടുക്കുക. അപ്പോൾ കുക്കറിൽ അങ്ങനെ വെന്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കുക്കറിൽ തന്നെയാണ് കേട്ടോ പൊടി വാട്ടി എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇന്ന് കടലക്കറി ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ സവാളയുടെ തൊലിയൊന്നും കളയാതെ നമ്മൾ ഓരോ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളം എടുത്തിട്ട് ഓരോ തൈകൾക്ക് ഒഴിച്ച് കൊടുക്കണേ. പെട്ടെന്ന് പൂടാനും കായ്ക്കാനൊക്കെ നമ്മുടെ ഈ ഉള്ളിത്തൊലി ഏറ്റവും ബെസ്റ്റാണ്. ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടതായിരുന്നു കടല. അപ്പം നമ്മൾ കടലയും അതുപോലെ തന്നെയാണ് നന്നായി കഴുകി വൃത്തിയാക്കണം. കടലയൊക്കെ പെട്ടെന്ന് കേട് വരാതിരിക്കാൻ അതിലും കെമിക്കലൊക്കെ ചേർക്കാറുണ്ട്. എന്തും വേണമെങ്കിൽ നമ്മൾ 1 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം ഒക്കെ ഉപയോഗിക്കാവൂ. പിന്നെ കടലവർഗ്ഗങ്ങളാകുമ്പോൾ നമ്മളൊരു ദിവസം
മുമ്പേ ഇട്ട് വെക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് മസാലകളൊക്കെ ശരിയാക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ഉള്ളിയും പച്ചമുളകും അതുപോലെ മല്ലിച്ചപ്പും പിന്നെന്താ പറയുക മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്ത് എണ്ണയിൽ നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് കടല ഇട്ട് കൊടുക്കുകയാണ്. 2 വിസിലടിക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് നമ്മളെ കടലക്കറി റെഡിയാവും. 2 ദിവസം മുമ്പ് നമ്മൾ മാങ്ങ സുർക്കയിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് പച്ചമുളക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കുറച്ച് പച്ചമുളക് അധികം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ചെറിയ പീസാക്കി അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇടുമ്പോഴാണ് നമ്മളെ മാങ്ങ അച്ചാർ നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നെ അതിലൊന്നും ചേർക്കണില്ല, വെറുതെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും ഉപ്പും സുർക്കയും മാത്രം ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ കുക്കറിലേക്ക് കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി വേവിച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് എത്ര കറി വേണ്ടത് വെച്ചാൽ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 2 ദിവസം മുമ്പ് നമുക്ക് കുറച്ച് മുള്ളൻചക്ക കിട്ടിയിരുന്നു. അത് പഴുത്തിട്ടുണ്ട്. അതുകൂടെ എടുത്തുനിന്ന് അടിപൊളിയായി ജ്യൂസ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഹെൽത്തി ആയതാണല്ലോ നമ്മളെ മുള്ളൻചക്ക. അതൊക്കെ ചെറിയ പീസാക്കി അതിൻ്റെ കുരുകളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറിയ തൈകൾ ഉണ്ടാക്കാനും പെട്ടെന്ന് നന്നായി പഴുത്തതാണല്ലോ. അപ്പോൾ മുളപ്പിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ജ്യൂസ് അടിച്ചും കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പഞ്ചസാരയും പാലും ഒഴിച്ച് പിന്നെ ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റോട് കൂടിയ ജ്യൂസും ഹെൽത്തിയും കൂടിയാണ് കേട്ടോ. വിഷാംശമൊന്നുമില്ലാത്ത പഴമാണിത്. നമ്മളെ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. എന്തായാലും അടിപൊളി ടേസ്റ്റോട് കൂടി തന്നെ നമ്മൾ ജ്യൂസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.